2025 ചമ്പക്കുളം മൂലം ജലോത്സവത്തിന്റെ എക്സിക്യൂട്ടീവ് യോഗവും ബോണസ് വിതരണവും നടത്തി. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി നൽകാതിരുന്ന ബോണസാണ് ഈ വർഷം പൂർണ്ണമായും നൽകിയത്. എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചത് മൂലം നമുക്ക് ഈ വർഷത്തെ ബോണസ് കൊടുക്കുവാൻ നമ്മൾ പൈസ കണ്ടെത്തി നമ്മൾ ഇന്ന് വള്ളങ്ങൾക്ക് ബോണസ് കൊടുക്കുകയും കൂടിയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഫിനാൻസ് കമ്മിറ്റി കൂടിയിരുന്നു, അതിൻ്റെ കണക്ക് അവതരിപ്പിച്ചു. ആ കണക്ക് ഇപ്പോൾ ഇവിടെയും അവതരിപ്പിക്കും നമ്മുടെ ഈ എക്സിക്യൂട്ടീവിൽ. തീർച്ചയായിട്ടും നമുക്ക് നല്ല രീതിയിൽ ഇപ്പോൾ ഈ വർഷത്തെ വള്ളംകളി എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ കാര്യങ്ങളും ജനങ്ങളിലേക്ക് കൂടുതൽ ഇതിൻ്റെ പരസ്യം അല്ലെങ്കിൽ മീഡിയയിലൂടെ ഒരുപാട് എല്ലാവരെയും അറിയിക്കുവാനും ഒക്കെ കൂടുതൽ സാധിച്ചു. ജലോത്സവത്തിൻ്റെ പ്രചരണാർത്ഥം നമുക്കറിയാം, ഇപ്രാവശ്യം പുതിയതായിട്ട് കാൽനാട്ട് കർമ്മം എന്നൊരു പരിപാടി ഈ വർഷം നടന്നു. അതുപോലെ സോഷ്യൽ മീഡിയയിലൂടെ റീൽസും പോസ്റ്ററുകളും തുടങ്ങിയവയുടെ പ്രചരണാർത്ഥം നമുക്ക് കൂടുതൽ ആളുകളെ മൂലം ജലോത്സവം അറിയിക്കുവാൻ സാധിച്ചു. ചുണ്ടൻ വള്ളങ്ങൾക്ക് 1 ലക്ഷം രൂപയും വെപ്പ് എ ഗ്രേഡിന് 50,000 രൂപയും വെപ്പ് ബി ഗ്രേഡ് വള്ളങ്ങൾക്ക് 25,000 രൂപയും വീതമാണ് ബോണസ്. വള്ളംകളിക്ക് ഏറ്റവും കൂടുതൽ തുക സംഭാവന നൽകിയ ബാബുക്കുട്ടൻ കറുകയിലിനെ യോഗത്തിൽ അനുമോദിച്ചു. ബോണസ് വിതരണ ചടങ്ങിൽ ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TG ജലജകുമാരി അധ്യക്ഷയായി. ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോളി ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MS ശ്രീകാന്ത്, പുളങ്ങുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിനു ജോസഫ്, ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഗസ്റ്റിൻ ജോസഫ്, നെടുമുടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാജു കടമാട്, കുട്ടനാട് തഹസിൽദാർ ഷിബു സി ജോബ്, പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ KG അരുൺകുമാർ, കൺവീനർ അജിത് പിഷാരത്ത്, റൈസ് കമ്മിറ്റി കൺവീനർ AV മുരളി, അഗസ്റ്റിൻ ജോസ്, ജോപ്പൻ ജോയ് ബാരിക്കാട്, B ലാലി, മനോജ്, ജോസഫ് ചാക്കോ തുടങ്ങിയവർ സംസാരിച്ചു. എക്സിക്യൂട്ടീവ് യോഗത്തിൽ വരവ് ചെലവ് കണക്കുകൾ അംഗീകരിച്ചു.